ജാക്ലിനെ പുറത്താക്കാൻ വേണ്ടി ബിഗ് ബോസ് കളിച്ച കളി എൻ്റെ പൊന്നെ പറയുന്നത് മൊത്തം കേട്ടിട്ട് കമൻറ്റുകൾ എന്ന് വരാവൂ താഴെ. കാരണം വ്യക്തമായിട്ട് കേൾക്കണം. ജാക്ലിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കളിച്ച കളിയാണിത്. എപ്പിസോഡിനകത്ത് ആ സാധനം ഇല്ല. എന്ത് തന്ത്രപൂർവ്വമായിട്ട് അവർ കട്ട് ചെയ്ത് വിട്ടെന്നറിയാമോ? ഓരോന്നോരോന്നായിട്ട് ഞാൻ എണ്ണി പറഞ്ഞുതരാം. ഇന്ന് പണപ്പെട്ടി എടുക്കാൻ പോയത് പവിത്ര എടുക്കാൻ പോയി, വിശാൽ എടുക്കാൻ പോയി, സൗന്ദര്യം എടുക്കാൻ പോയി, ജാക്ലിൻ എടുക്കാൻ പോയി. ഈ പറഞ്ഞ ജാക്ലിൻ ഒഴിച്ച് ബാക്കി 3 പേരുടെയും ടൈമിങ് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. 3 പേർക്കും അവർ ഓടിപ്പോകുന്ന ആ ഒരു സമയം എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. 0, 1, 2, 3, 4 എന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ജാക്ലിൻ്റെ അത് മാത്രം ഇല്ല. ഞാൻ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലൈവ് ആണല്ലോ. 1, 2, 3 ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ജാക്ലിൻ 2 ഡോറുണ്ട്. ബിഗ് ബോസിന് 2 ഡോറുണ്ട്. ഒരെണ്ണം ഇപ്പം ഇത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പം ഇത് ഫസ്റ്റ് ഡോറാണ്. ഫസ്റ്റ് ഡോർ കഴിഞ്ഞാൽ അപ്പുറത്ത് സെക്കൻഡ് ഡോർ. അപ്പം ഫസ്റ്റ് ഡോറിൻ്റെ എവിടെ നിന്നാണ് മത്സരം ആരംഭിക്കാനുള്ളത്, തിരിച്ച് കയറാനുള്ള എൻട്രിയും ഇവിടെയാണ്, ഇതിലാണ്. പക്ഷേ ജാക്ലിൻ ഈ സെക്കൻഡ് ടൈം കഴിഞ്ഞിട്ട് 0 ആകുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ഇതിനകത്ത് ഇതിൻ്റെ ഈ 2 എണ്ണത്തിൻ്റെ അടുക്കൊരു നടക്കൊരു സ്പേസ് ഉണ്ട് ബിഗ് ബോസ് വീട്ടിൽ. അവിടെ കയറുമ്പോഴാണ് 0 ആവുന്നത്. അത് ഞാൻ കറക്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ബിഗ് ബോസ് റീക്യാപ്പ് കാണിക്കുന്നുണ്ട് ഒന്നും കൂടി പ്രേക്ഷകർക്ക്. അപ്പം ബിഗ് ബോസ് ടൈം കാണിക്കുന്നുണ്ട്. അതിനകത്ത് 0 കഴിഞ്ഞിട്ടാണ് ജാക്ലിൻ ഈ സെക്കൻഡ് ഡോറിൽ തന്നെ ചവിട്ടുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 0 കഴിഞ്ഞിട്ടാണ് ജാക്ലിൻ സെക്കൻഡ് ഡോറിൽ തന്നെ ചവിട്ടുന്നത് എങ്കിൽ ഒരു എന്താ പറയുക, അവർക്ക് റീചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ജാക്ലിൻ ഔട്ടാണ്. മനസ്സിലല്ലേ? ജാക്ലിൻ ഔട്ടാണ്. അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിന് പറയേണ്ട ആവശ്യമില്ല. ടൈറ്റ് ഫിനിഷ് ആണ്, നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 2-3 തവണ ചെക്ക് ചെയ്തു എന്നൊക്കെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യം ഇല്ലടേ. അപ്പം തന്നെ മനസ്സിലാവും ആ സാധനം ഫേക്ക് ആണെന്നുള്ളത്. ബിഗ് ബോസ് കളിച്ച കളിയാണെന്നുള്ളത് മനസ്സിലാവും. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബിഗ് ബോസ് റിവ്യൂ ഒക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷെ എപ്പോഴും ബിഗ് ബോസിന്റെ തെമ്മാടി തരത്തിന് ഞാൻ കൂടെ നിൽക്കത്തൊന്നുമില്ല. ഞാൻ ഉള്ളതുപോലെ പറയും. ഞാൻ ജാക്ലിൻ്റെ സപ്പോർട്ടറാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ജാക്ലിൻ്റെ സപ്പോർട്ടറും അല്ല. ഞാൻ ആർക്ക് വോട്ടും ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സൗന്ദര്യം ഇഷ്ടമാണ്. പക്ഷെ സൗന്ദര്യം പോലും ജയിക്കണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് ഡിസർവിങ് ഉള്ള ആൾക്കാർ ജയിക്കണമെന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ജാക്ലിൻ ടോപ്പ് 2 വരാൻ ഭയങ്കരമായിട്ട് പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. ടോപ്പ് 2 വരും എന്ന് കരുതിയ കണ്ടസ്റ്റൻ്റാണ്. അതുകൊണ്ടാണ് ആ ഒരു കണ്ടസ്റ്റൻ്റ് ഔട്ടായപ്പോൾ സത്യം ഞാൻ എപ്പിസോഡ് കണ്ടപ്പോൾ ഞാനൊരു ഫാനല്ല, ഒരു റിവ്യൂവറാണ്. ആദ്യമായിട്ട് ഞാൻ ബിഗ് ബോസ് പല സീസൺസ് കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ കരഞ്ഞത് ഇന്ന് ജാക്ലിൻ്റെ ഇത് കണ്ടിട്ടാണ്. വേറൊന്നും കണ്ടല്ല. ഇത് ഞാൻ ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിലേ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സാധനം. എവിക്ഷൻ വഴിയല്ല, 15 ആഴ്ചയും നോമിനേഷൻ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റിനെ പുറത്താക്കാൻ പ്രേക്ഷകർക്ക് പറ്റിയിട്ടില്ല. ഒരു അസുഖമല്ല. ആര് പുറത്താക്കി? ബിഗ് ബോസ് പുറത്താക്കി എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വേണമെങ്കിൽ ബിഗ് ബോസിന് സേവ് ചെയ്യാമായിരുന്നു, സുഖമായിട്ട് സേവ് ചെയ്യാമായിരുന്നു. പക്ഷെ അത് മനഃപൂർവ്വം കാണിച്ച വേലയാണ്. ഇത് മാത്രമല്ല, ആ പെട്ടിയുടെ വെയിറ്റ് അറിഞ്ഞും പുറഞ്ഞും കൊടുത്ത വെയിറ്റ് തന്നെയാണ്. ആ പെട്ടിയുടെ വെയിറ്റ് അതിനകത്ത് ഓരോരുത്തരും പറഞ്ഞത് ഇത് ഭയങ്കര വെയിറ്റ് ആണ്. ഒരു സാധനം വെയിറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഓടാൻ പറ്റുമോ? മനഃപൂർവ്വമായിട്ട് തേച്ച പണി തന്നെയാണ്. അപ്പം നമുക്ക് തോന്നും അത് ആരെടുക്കാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടൂലേ എന്ന് നമുക്ക് തോന്നും. അല്ല, അത് ജാക്ലിനെ കൊണ്ട് മനഃപൂർവ്വം ബിഗ് ബോസ് പിരിയേറ്റി വിട്ടതാണ്. കാരണം ഇന്ന് രാവിലെ പവിത്ര ഒരു പെട്ടി എടുക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് സൗന്ദര്യം ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട്, വൈകുന്നേരം വിശാലും പോകുന്നുണ്ട്. ഇനി പോവാൻ ജാക്ലിൻ മാത്രമേ ഉള്ളൂ. ബിഗ് ബോസ് ഇതെല്ലാം കഴിഞ്ഞൊരു 7 മണിയാകുമ്പോൾ വിശാലും പോകുന്നു. അതിനുശേഷം എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് പെട്ടി എടുക്കാൻ പോയപ്പോൾ എക്സ്പീരിയൻസ് എന്താണ്, പണപ്പെട്ടി എടുത്തുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ബിഗ് ബോസ് ബൂസ്റ്റിംഗ് കൊടുക്കുകയാണ്. ഓരോരുത്തർക്കും ഇരുന്ന് ബൂസ്റ്റിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജാക്ലിന് നമുക്ക് ഒരു മൈൻഡ് ഗെയിമാണ്. അപ്പം ജാക്ലിന് വർക്ക് ആവുകയാണ്. അയ്യോ ഞാൻ മാത്രം പോയില്ല, ഇവർ എല്ലാവരും സൗന്ദര്യം എടുത്തില്ലെങ്കിലും ഒന്ന് ട്രൈ എങ്കിലും ചെയ്യാൻ പോയി, ഞാൻ മാത്രം ഒന്നിനും പോവാതെ ഇങ്ങനെ കുറ്റി അടിച്ചിരുന്നു എന്നുള്ള ഒരു സാധനം വർക്കൗട്ടായി. ഇത് എന്തുകൊണ്ട് വർക്കൗട്ടായി? ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി എല്ലായിടത്തും പണപ്പെട്ടിയുടെ എക്സ്പീരിയൻസ് ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് തന്നെ പുച്ഛം തോന്നുന്നു എന്നുള്ള ഒരു കാര്യം പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ആ സാധനം ചോദിച്ചത്. അതിനകത്ത് ജാക്ലിൻ പെട്ടു. ബിഗ് ബോസിന്റെ ട്രാപ്പാണ്. പക്ഷെ ജാക്ലിനെ ഔട്ടാക്കണം എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടിയല്ല അവർ ഫസ്റ്റ് എപ്പിസോഡിലെ ഇത് സെറ്റ് ചെയ്തത്. അത് വേറൊരു കാര്യം. പക്ഷേ ഇത് വന്ന് ജാക്ലിനെ ആണെങ്കിൽ നമുക്ക് ഔട്ടാക്കാം എന്നുള്ള ഒരു ലെവലിലോട്ട് കഥ എത്തിയതാണ്. അത് നമ്മൾ ഇല്ലാത്ത കാര്യമില്ലെന്ന് പറഞ്ഞുകൂടാ. പിന്നെ അങ്ങനെ 0-0 സമയം തീർന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ഡോറ് ക്ലോസ് ചെയ്യാമായിരുന്നു. ഒന്നാമത്തെ കേസ്. അപ്പം നമുക്ക് ഞാൻ ആരോ കമന്റ് ചെയ്തിരിക്കുന്നതിന് വേറെ ആരോ റിപ്ലൈ എടുത്തിരിക്കുന്നത് അങ്ങനെ 1 സെക്കൻഡിൽ ഡോർ ക്ലോസ് ചെയ്തതിൻ്റെ ഇടയിലെങ്ങാനും ആയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ നിങ്ങൾ എന്നെ തിരിച്ച് പറയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 2 ഡോറുണ്ട്. അവർ രണ്ടാമത് റീക്യാപ്പ് കാണിക്കുന്നതിൽ വെച്ചിട്ട് ഈ രണ്ടാമത്തെ ഡോറ് കടക്കുന്നതിന് മുന്നേ 0 എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഡോർ അപ്പം അടച്ചു കഴിഞ്ഞാൽ ജാക്ലിൻ്റെ ദേഹത്ത് തട്ടും. ഈ ഒന്നാമത്തെ ഡോറും രണ്ടാമത്തെ ഡോറും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഇത് അടച്ചു കഴിഞ്ഞാൽ ഒരു പുല്ലും പറ്റത്തില്ല. അവർക്ക് അടയ്ക്കാമായിരുന്നല്ലോ, അവരടച്ചില്ല. അതായത് സമയമൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. 0 ആയി, അത് സമ്മതിക്കുന്നു. 0 ആയി. പക്ഷെ അത് ചവിട്ടിയതിന് ശേഷമാണ് 0 ആയത്. പക്ഷെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്ന പക്ക ഫേക്ക് സാധനമാണ്.
ആദ്യം കാണിച്ചപ്പോൾ ഒരു സമയം കാണിച്ചിട്ടില്ല എങ്കിൽ പൊട്ടു എന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ടുള്ള. രണ്ടാമത്തെ സാധനത്തിലാണ് എഡിറ്റ് ചെയ്ത് സമയം ഉൾപ്പെടെ അങ്ങ് പടപട അങ്ങ് കുറച്ചങ്ങ് വെച്ചിട്ടുണ്ട്. 1 സെക്കൻഡ് കറക്റ്റ് അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ആ 1 സെക്കൻഡിൽ ജാക്കലിൻ കയറുന്നുണ്ട്. മാത്രമല്ല എല്ലാവരും വന്ന് ആ വീട്ടിൽ കയറുന്നത് നമുക്ക് കണ്ടാറ്. പവിത്ര, വിശാല്, പിന്നെ സൗന്ദര്യ, ഇന്നലെ മുത്തു, റയാൻ ഇവരൊക്കെ വന്ന് ആ വീട്ടിൽ കയറുന്ന ആ സീന്, ഗേറ്റ് ഇങ്ങനെ വന്ന് ഫസ്റ്റ് ഗേറ്റ് കയറുന്ന സീന് വളരെ ഇങ്ങനെ ഡ്രോൺ ചെയ്യുന്നിടത്താണ് കാണിക്കുന്നത്. ജാക്കലിന്റെ മാത്രം ആ സീൻ ഇല്ല. ജാക്കലിനെ മാത്രം കയറിയിട്ട് സെക്കൻഡ് ഓവറിലേക്ക് വരുന്ന സീൻ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഓവറിലേക്ക് വരുന്ന സീനേ ഉള്ളൂ. നിങ്ങളിപ്പോൾ എവിടെ നോക്കിയോ, ലൈവിലും ഇല്ല, എപ്പിസോഡിലും ഇല്ല, ഒരിടത്തും ഇല്ല. പക്ക അൺഫെയർ സാധനമാണ് കാണിച്ചത്. എന്തിനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഇപ്പം ഇത് ഇത്രയും ചെയ്തല്ലോ, ഇതൊക്കെ അവർ ചെയ്തു വെച്ചു. ഇനി ഇത് മാത്രമല്ല, ജാക്കലിനെ നോമിനേഷനിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുമില്ല. ജാക്കലിനെ ഇപ്പോഴും നോമിനേഷനിൽ വെച്ചിരിക്കുകയാണ്. എന്താണ്, കുറെ മണ്ടന്മാർ വീണ്ടും ഇരുന്ന് ജാക്കലിന് വോട്ട് കുത്തും. അപ്പൊ ജാക്കലിൻ ഔട്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വോട്ടൊക്കെ ആർക്ക് പോവും? ഒന്ന് ചിന്തിച്ച് നോക്ക്. ജാക്കലിന്റെ ഒരു 50% വോട്ട് കൃത്യമായിട്ട് മുത്തുവിന് പോകും. കാരണം മുത്തു ജയിക്കണം എന്നാണ് ജാക്കലിന് ഏറ്റവും കൂടുതൽ ആഗ്രഹം. അതുകൊണ്ട് മുത്തുവിനായിരിക്കും ഒരു 50% വോട്ടും ജാക്കലിന്റെ പോകുന്നത്. പിന്നെ ഒരു 30% ജാക്കലിന്റെ വോട്ട് റയാന് പോകും, സാധ്യത ഉണ്ട്. 30 അല്ലെങ്കിൽ ഒരു 20% റയാന് പോകും. 30% നമുക്ക് കൂട്ടാം. ഒരു 10% വോട്ട് സൗന്ദര്യക്കും പോകും. 10% വോട്ട്. സൗന്ദര്യമായിട്ട് വലിയ അറ്റാച്ച്മെന്റ് അല്ല. സൗന്ദര്യമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നെങ്കിൽ സുഖമായിട്ട് സൗന്ദര്യം ജയിച്ചാനെ ജാക്കലിന്റെ വോട്ടോടെ കിട്ടുമ്പം. പിന്നെ ഒരു 10% ആൾക്കാർ ജനറൽ ആയിട്ട് അവർക്ക് തോന്നുന്ന ആൾക്കാർക്ക് കുത്തും. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അപ്പം ഇപ്പൊ ജാക്കലിനെ ആ എവിക്ഷനിൽ നിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഈ വോട്ടെല്ലാം ആർക്ക് പോവും? 50% കൃത്യമായിട്ട് മുത്തുവിന് വരികയും ചെയ്യും. മുത്തു ഇപ്പം നിൽക്കുന്ന വോട്ടിൽ നിന്നും കറക്റ്റായിട്ട് വിജയിച്ച് കയറുകയും ചെയ്യും. ഇപ്പം നിൽക്കുന്ന വോട്ടിന്റെ കൂടെ ജാക്കലിന്റെ 50% വോട്ടോടെ കിട്ടിക്കഴിഞ്ഞാൽ മുത്തു വമ്പം ഭൂരിപക്ഷത്തിൽ ജയിക്കും. സെക്കൻഡ് നിൽക്കുന്ന സൗന്ദര്യമാണെന്നും കേൾക്കുന്നുണ്ട്, വിശാലാണെന്നും കേൾക്കുന്നുണ്ട്. പക്ഷെ സൗന്ദര്യം ജയിക്കാനും മുത്തു ജയിക്കാനും ഭയങ്കര ഇടുങ്ങിയ ചാൻസിലാണ് നിന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇനി ഷുവർ ആയിട്ട് നമുക്ക് പറയാം മുത്തു ആയിരിക്കും ജയിക്കാൻ പോകുന്നത്. ഇനി കള്ളത്തരങ്ങളൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ മുത്തു തന്നെയായിരിക്കും ജയിക്കുന്നത്. കാരണം ജാക്കലിന്റെ പാതി വോട്ട് വന്ന് മറിയും. അതിപ്പോൾ ഇന്ന് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ നാളെങ്കിലും അവർ നോമിനേഷനിൽ നിന്ന് എടുത്ത് കളയും. ജാക്കലിന്റെ പാതി വോട്ട് വന്ന് മറിയുകയും ചെയ്യും, മുത്തു ജയിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് മുത്തു ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ജാക്കലിൻ ജയിക്കരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു? ജാക്കലിൻ പോയപ്പോൾ എന്തുകൊണ്ട് പൂട്ടി? വിശാലും റയാനും മുത്തു വന്ന് പോയപ്പോൾ പൂട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിന് തിരിച്ചെത്തുന്നവരെ അവർക്ക് ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ജാക്കലിൻ്റെ ആ മൈന്യൂട്ട് ആ സീറോയിലാണ് കയറിയത്. ഇവർക്ക് പൂട്ടാനൊരു മോങ്ങാനിരിക്കുന്ന പട്ടിയിലെ തല തേങ്ങ വീണു എന്ന് പറയുന്ന കണക്ക്, തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറയുന്ന കണക്ക് കിട്ടിയ അവസരം വെച്ച് അവർ മുതലാക്കി ജാക്കലിനെ അടിച്ച് ദൂരെ ഇറങ്ങി. അതാണ് നടന്ന കാര്യം. ഇല്ലെങ്കിൽ അവർക്ക് ആദ്യമേ പറയാമായിരുന്നല്ലോ. അവർക്ക് ഇത്രയും വലുതായിട്ട് ചെക്ക് ചെയ്യാൻ എന്തോ ഇരിക്കുന്നത്? ഇവർ ഒരു അരമണിക്കൂർ എടുക്കുന്നുണ്ട് ചെക്ക് ചെയ്യാൻ, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ എടുക്കുന്നുണ്ട് ചെക്ക് ചെയ്യാൻ. ഈ 10 മണിക്കാണ് കറക്റ്റ് ജാക്കലിൻ പോകുന്നത്. ഇതിന്റെ റിസൾട്ട് അവർ പറഞ്ഞത് 11 മണിക്കാണ്. 11 അല്ലെങ്കിൽ ഒരു 10:45 ഈ 3/4 മണിക്കൂർ വരെ റീപ്ലൈ അടിച്ചോണ്ടിരുന്നു. അല്ല, ഈ 3/4 മണിക്കൂർ ഇതിന്റെ ടീം ഇരുന്ന് ആലോചിക്കുകയാണ്. അതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇതിന്റെ ടീം, ബിഗ് ബോസിന്റെ ടീം ഇരുന്ന് ആലോചിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത്, ഇവളെ പുറത്താക്കണോ, പറ്റിയ അവസരമാണോ എന്നൊക്കെ. ഇനി ഇതൊക്കെ എന്തിനു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഇപ്പം ഏതൊരു ചാനലായാലും, ഇപ്പം ഏത് ചാനലാണ് ആ ടെലികാസ്റ്റ്, ആ ചാനലിലെ ഫേസ് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ബിഗ് ബോസിൽ. ഇപ്പം ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എന്താ പറയുക, വിശാലും പവിത്രയും ചാനൽ ഫേസസ് ആണ്, വിജയ് ടിവിയുടെ ചാനൽ ഫേസസ് ആണ്. ഇവർക്ക് ഇപ്പം ആലോചിക്കും പണപ്പെട്ടി ടാസ്കിന് എന്തുകൊണ്ട് അർത്ഥമാക്കി? ഇപ്പം ഒരാൾ ഔട്ടായൊക്കെ പണപ്പെട്ടി കിട്ടിയോ? കിട്ടിയില്ല. വീട്ടിൽ നിന്നവർക്കാണെങ്കിൽ എല്ലാവർക്കും കിട്ടി. മുത്തുവിന് കിട്ടി 50,000, റയാന് കിട്ടി 2 ലക്ഷം, പവിത്രയ്ക്ക് കിട്ടി 2 ലക്ഷം, സൗന്ദര്യക്ക് കിട്ടിയില്ല. ഓക്കെ, സൗന്ദര്യക്ക് വിശാലിന് 5 ലക്ഷവും കിട്ടി. അതെ, അപ്പം അതില് ഒരു ഫെയറും ഇല്ല, ആ സ്ഥാനത്ത് ഒരു ഫെയറും ഇല്ല. അപ്പം ഇനി മുത്തു ജയിച്ചാൽ കൂടിയും മുത്തുവിന്റെ അടുത്ത് കാണിക്കുന്ന ഒരു തേപ്പാണ് ഏത് ചാനല്. കാരണം മുത്തു ജയിച്ചാൽ കൂടിയും മുത്തുവിന് കിട്ടേണ്ട 40 ലക്ഷം, മുത്തുവാണ് ഇപ്പൊ ജയിക്കുന്നതെന്ന് വിചാരിച്ചോ, മുത്തുവിന് കിട്ടുന്ന 40,50,000 രൂപയെ കിട്ടുള്ളൂ വിത്ത് കട്ടിങ് ടാക്സ്. അപ്പം ഈ ബാക്കി പൈസ എല്ലാം ആർക്ക് കിട്ടി? വിജയ് ടി വി പ്രോഡക്ട്സ് ആയിട്ടുള്ള നമ്മുടെ പവിത്രയ്ക്കും കിട്ടി, ഈ വിശാലിനും കിട്ടി, റയാന് അല്ല എന്നാലും റയാനും കിട്ടി എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ അവരുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പം ഞാൻ ജയിക്കാൻ സാധ്യതയുള്ള ഒരാൾ ഞാൻ അവിടെ നിൽക്കുവാണ്. അപ്പൊ നമുക്ക് തോന്നും അങ്ങനെയാണെങ്കിൽ എല്ലാ സീസണിലും മണി ബോക്സ് വെക്കുന്നില്ലേ? നിങ്ങൾ തിരിച്ച് ചോദിക്കും. വെക്കുന്നുണ്ട്, മണി ബോക്സ് വെക്കുന്നുണ്ട്. പക്ഷെ അത് എത്ര പേര് പൊക്കും? ഒരാളെ പൊക്കത്തുള്ളൂ. അത് ചാനലിന് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല, അവർ തന്നെ ഡിസൈഡ് ചെയ്യണം. മലയാള സീസൺ 5 നാദറ പൊക്കി, സീസൺ 6 സായി പൊക്കി, കഴിഞ്ഞ സീസണിൽ പൂർണിമ പൊക്കി. ബിഗ് ബോസ് തീരുമാനിക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ അവർ കറക്റ്റായിട്ട് ഒരു പ്ലേ ഇറക്കി നോക്കി അത് വിജയിക്കുകയും ചെയ്തു. സാധനം കറക്റ്റ് വിജയിക്കുകയും ചെയ്തു. എങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ടോപ്പ് 5 ആയി. എൻ്റെ പൊന്നെ, ഭൂലോക ദുരന്തം വളിച്ച ടോപ്പ് 5. ഞാൻ പല ബിഗ് ബോസ് സീസൺസ് കണ്ടിട്ടുണ്ട്. ഹിന്ദി കണ്ടിട്ടുണ്ട്, തമിഴ് കണ്ടിട്ടുണ്ട്, മലയാളം കണ്ടിട്ടുണ്ട്, വേറെ ലാംഗ്വേജ് ഒന്നും കണ്ടിട്ടില്ല. പല എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ.
ഇതിൽ ഒരു ഒറ്റ സീസണിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ചിലപ്പോൾ റണ്ണറപ്പ് വരെ അൺഫെയർ ആയിട്ടുള്ള സാധനങ്ങൾ വന്ന് കണ്ടിട്ട്. കഴിഞ്ഞ തവണ തമിഴിലൊക്കെ റണ്ണറപ്പ് ഒക്കെ അൺഫെയർ ആയിരുന്നു, മലയാളത്തിലും അൺഫെയർ ആയിരുന്നു, ഹിന്ദിയിൽ ചിലപ്പോൾ വിന്നർ തന്നെ നമുക്ക് അൺഫെയർ ആണെന്ന് തോന്നിപ്പോയി. എന്നാലും ഈ ടോപ്പ് 5 3 പകുതിയിൽ കൂടുതൽ ആൾക്കാരെ അൺഫെയർ എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ സത്യം പറഞ്ഞാൽ അത് ഭയങ്കര വലിയ കഷ്ടമാണ് സത്യം. ടോപ്പ് 5 മുത്തു, സൗന്ദര്യ, റയാൻ, പവിത്ര, വിശാൽ. മുത്തു ഈസ് ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. സൗന്ദര്യ ഈസ് ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. റയാൻ ടിക്കറ്റ് ഫിനാലെ എത്ര ദിവസം നടന്നത്? 85ാമത്തെ ദിവസം. ഈ 85ാമത്തെ ദിവസം മുതൽ കളിക്കാൻ തുടങ്ങിയ ആളാണ് ഇപ്പോൾ ടോപ്പ് 5 ഇരിക്കുന്നത്. 28ാമത്തെ ദിവസം കയറി 84 ദിവസം വരെ മിണ്ടാതിരുന്ന് 85ൻ്റെ അന്ന് കളിക്കാൻ തുടങ്ങിയ ആൾ ടിക്കറ്റ് ഫിനാലല്ലേ. അയാൾ ഇനി എന്തോ കളിക്കട്ടെ, എന്തോ വല്ല മല മറിക്കട്ടെ, മല പൊട്ടിച്ചിടട്ടെ, അയാൾ ടോപ്പ് 5 വരാൻ അർഹനാണോ? നിങ്ങൾ പറയൂ. 85ാമത്തെ ഡേ കളിക്കാൻ തുടങ്ങിയ ആൾ ടോപ്പ് 5 വരാൻ അർഹനാണോ? അത്രയും ഞാൻ ചോദിക്കുന്നുള്ളൂ. മുത്തു, സൗന്ദര്യ, ജാക്ലിൻ, ആ വീട്ടിലുള്ള എല്ലാവരും ഡേ 1 മുതൽ ഇന്നിപ്പോൾ ജാക്ലിൻ ഔട്ടാണെങ്കിൽ ഇത്രയും ദിവസം വരെയും അവർ കളിച്ചിട്ടുണ്ട്. എന്ത് കളി, പോസിറ്റീവോ നെഗറ്റീവോ ഒന്നും ഞാൻ മിണ്ടുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. ഞാൻ നിങ്ങൾ ബുദ്ധിയുള്ളവരായിട്ട് കമൻറ്റ് ചെയ്യണം. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. ഇത്രയും ദിവസം അവർ എന്തെങ്കിലും ചെയ്തോ? ഇനി ഞാൻ സൗന്ദര്യയുടെ പേര് പോലും പറഞ്ഞത്. സൗന്ദര്യം എന്തോ ആവട്ടെ, ഒന്നും ചെയ്തിട്ടില്ല. കണ്ടെങ്കിലും ഉണ്ടാക്കിയോ, വഴക്കുണ്ടാക്കിയോ, അടിയുണ്ടാക്കിയോ, ഈ 100 ദിവസം കൊണ്ടുപോയോ? ബിഗ് ബോസിന് ലാഭം ഉണ്ടാക്കി കൊടുത്തോ? സൗന്ദര്യ ബിഗ് ബോസിന് ലാഭം ഉണ്ടാക്കി കൊടുത്ത ആളാണ്. മുത്തു ബിഗ് ബോസിന് ലാഭം ഉണ്ടാക്കി കൊടുത്ത ആളാണ്. ജാക്കലിൻ ബിഗ് ബോസിന് ലാഭം ഉണ്ടാക്കി കൊടുത്ത ആളാണ് തന്നെ. റയാൻ എന്തുണ്ടാക്കി? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുണ്ടാക്കി? ഒന്നും ചെയ്തില്ല. നെക്സ്റ്റ് താഴോട്ട് വരാം. പവിത്ര എന്ത് ചെയ്തു? കരഞ്ഞതോ? 100 ദിവസം കരഞ്ഞതാണോ കണ്ടന്റ്? 100 ദിവസം ഞാൻ ജെനുവിനാണ്, ഇങ്ങനെ ഇരുന്നാണ് കണ്ടന്റ്. ഇതിലാണെങ്കിൽ വീട്ടിൽ ഇരുന്നാൽ മതി പാവമാണെങ്കിൽ. അപ്പം നമ്മൾ ചോദിക്കും, അയ്യോ അവിടെ ജെനുവിനിറ്റി കാണിക്കാനല്ലേ പോകുന്നത്? അവിടെ നമ്മൾ കളിക്കാനാണ് പോകുന്നത്. അവിടെ നിങ്ങളൊന്ന് ആലോചിക്കും, ഒരു 10-18 പേര് മാത്രമേ ഒരു സീസണിൽ ഒരു വർഷം അവർ എൻട്രി ചെയ്യത്തുള്ളൂ. ഈ 18 പേർക്ക് വേണ്ടിയിട്ടാണ് കോടികൾ, നമ്മളൊന്നും വിചാരിക്കാത്ത അത്ര കോടികൾ മുടക്കിയാണ് ഇവർ ഇത് നിർമ്മിക്കുന്നത്. ഒരു ഹോസ്റ്റിന് തന്നെ 20-30 കോടി. ഈ സെറ്റ് നിർമ്മിക്കുന്നതിന് അത്രയും കോടി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഇവര് വരുന്നവർക്ക്, ഇവരുടെ ആഹാരത്തിന്, എല്ലാത്തിനും പൈസ വേണ്ടേ? ഈ 18 പേരെ പിടിച്ചവരവിടെ നിർത്തുന്നുണ്ടെങ്കിൽ അതിനുള്ള ലാഭം അവർക്ക് അതിൽ നിന്ന് കിട്ടണം. ഈ ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ പവിത്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ കരഞ്ഞുകൊണ്ട്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ദെൻ വിശാലിലേക്ക് വരാം. എന്ത് ചെയ്തു ആദ്യത്തെ 2 ആഴ്ച അല്ലാതെ? എനിക്കതാ ചോദിക്കാനുള്ളത്. ആദ്യത്തെ 2 ആഴ്ച വിശാൽ ചെയ്തു എന്ന് ഞാൻ ഉറപ്പായിട്ട് പറയും. ഈ 2 ആഴ്ച അല്ല, ഡേ 15 മുതൽ ഒരു ഡേ 45 മുതൽ തർഷികയുടെ അടുത്ത് കയറി, തർഷികയെ തൊലച്ച് വിട്ട്, തർഷികയുടെ ഭാഗത്തും തെറ്റുണ്ട്, അതിനുശേഷം അൻഷിതയുടെ മണ്ടയിലോട്ട് കയറി. ഇതല്ലാതെ വിശാൽ അവിടെ എന്താണ് ചെയ്തത്? എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ റയാൻ, പവിത്ര, വിശാൽ 3 എണ്ണത്തിന് എന്താ വെട്ടി ഇങ്ങനെ ഇറങ്ങണം ടോപ്പ് 5 ഞാൻ ഇന്ന് അത്രയും ക്ഷുഭിതനായിട്ട് വന്നത്. എനിക്ക് അത്രയ്ക്ക് സങ്കടമായി. ഇപ്പം ഞാൻ പറഞ്ഞൊരു എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് ഇപ്പം ബിഗ് ബോസ് ഔട്ടാക്കിയതല്ല, എവിക്ഷൻ അല്ല, എന്നിരുന്നാലും കണ്ടപ്പോൾ അത്രയ്ക്ക് വിഷമമായി പോയി. ഇനി എൻ്റെ മനസ്സിലെ ടോപ്പ് 5 ഇപ്പം കിട്ടിയ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയും പോലെ ഇപ്പം കിട്ടിയ ടോപ്പ് 5 ഞാൻ പറഞ്ഞുതരാം. ഞാൻ പ്രതീക്ഷിക്കുന്ന ടോപ്പ് 5 ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങൾ പറയണേ. വിന്നർ മുത്തു, സൗന്ദര്യ റണ്ണറപ്പ്, റയാൻ ടോപ്പ് 3. ഇനി റയാൻ ടോപ്പ് 3 വന്നില്ലെങ്കിൽ ഭയങ്കര വലിയ അൺഫെയർ ആണ്. റയാനൊക്കെ ടോപ്പ് 4ലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര വലിയ അൺഫെയർ ആണ്. റയാൻ ടോപ്പ് 3 വരണം. പവിത്ര ടോപ്പ് 4 വന്നാൽ മതി. അതിനുള്ളതൊക്കെ പവിത്ര ചെയ്തിട്ടുണ്ട്. പവിത്ര ടോപ്പ് 5 കിടക്കാനുള്ള ആളല്ല. ഇപ്പം നിലവിലുള്ളതിൽ പവിത്ര ടോപ്പ് 4 വരണം. വിശാൽ ടോപ്പ് 5 വരണം. കാരണം വിശാൽ അതിനെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ വരേണ്ട ആവശ്യമൊന്നുമില്ല. ടോപ്പ് 5 തന്നെ ധാരാളമാണ്. ഞാൻ പറയുന്നത് തമിഴ് സീസൺ 6 ഉണ്ട്. ഈ തമിഴ് സീസൺ 6 ഇവർ എന്ത് പരിപാടിയാണ് ചെയ്തതെന്ന് അറിയാമോ? 3 പേരെ മാത്രമേ ഫിനാലേക്ക് കൊണ്ടുപോയിട്ടുള്ളൂ. 3 പേരെ. ബാക്കിയുള്ളവരെ ഒന്നും അവർ ഫിനാലെ കൊണ്ടുപോയില്ല. അതായത് ഫിനാലെ സ്റ്റേജ് കാണിച്ചില്ല. നേരത്തെ കൂട്ടി തന്നെ 2 പേർക്ക് പണപ്പെട്ടി, ടോപ്പ് 6 ആയിരുന്നു, അതിൽ നിന്ന് 2 പേർക്ക് പണപ്പെട്ടി എടുത്ത് പുറത്തായി. അപ്പോൾ ടോപ്പ് 4 ആയി. ഒരാളെ മിഡ് വീക്കും ചെയ്തു. പിന്നെ ബാക്കി 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഷിബിൻ, വിക്രമൻ, അസീം ജയിക്കുകയും ചെയ്തു. ഇവരെ 3 പേരെ മാത്രം വെച്ചാണ് ഫിനാലെ എപ്പിസോഡ് ഷൂട്ട് ചെയ്തത്. ആലോചിച്ച് നോക്ക്. അതുപോലെ ചെയ്യണം. കാരണം അർഹത ഉള്ളവർ ആരും ഇതിനകത്തില്ലല്ലോ. പക്ഷെ അവർ ചെയ്യും. അവരങ്ങനെ ചെയ്യത്തില്ല. ഇവർ ടോപ്പ് 5 കൊണ്ടുവരും. കാരണം ഇവർ ആൾക്കാരാണല്ലോ ഇതിനകത്ത്. അപ്പോൾ അവർക്ക് ബൂസ്റ്റിംഗ് കൊടുക്കണമല്ലോ. അതിന് വേണ്ടി ചെയ്യും. ഇനി വിന്നറിന് എത്ര രൂപ ബാക്കിയുണ്ടെന്ന് അറിയാമോ? വിന്നറിന് 40,50,000 മാത്രമേ ബാക്കിയുള്ളൂ. 40,50,000 രൂപ. 5 ലക്ഷം രൂപ വിശാലം ഒന്ന് അടിച്ചെടുത്തു, പവിത്ര 2 ലക്ഷം രൂപ അടിച്ചെടുത്തു. അതൊക്കെ സൂപ്പർ കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നു. വൈകിപ്പിക്കണ്ട, തുടങ്ങാം. എനിക്ക് പറയാനുള്ള ഒപ്പീനിയൻസ് അത്രയും ഞാൻ പറഞ്ഞു. ഇനി ഞാൻ റിവ്യൂലോട്ട് പോവാണ്. റിവ്യൂ ഒന്നും നല്ല ലാഗായി എന്ന് എനിക്കറിയാം. എപ്പിസോഡ് അത്രയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പം തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 7 തമിഴിൻ്റെ ഡേ 102 ജനുവരി 16 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സും റിവ്യൂസും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. രാവിലെ നേരം വിളിക്കുന്നു കശ്മേലെ കശുവന്തേ, ആ പാട്ടാണ്.
47,50,000 രൂപ രാവിലെ തന്നെ ഉണ്ട്. പണപ്പെട്ടി റൗണ്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു. എന്താ, ഗേൾസിന് വേണ്ടിയിട്ടുള്ള പണപ്പെട്ടി റൗണ്ടാണിത്. അവരും പ്രൂവ് ചെയ്ത് കാണിക്കുന്നത്. വേറെ ഒന്നുമല്ല, ബിഗ് ബോസിന് ഗേൾസിന് ഒരാളെ പുറത്താക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം റയാനും മുത്തും വിശാലൊക്കെ പോയി കഴിഞ്ഞാൽ അവന്മാർ അടിച്ചെടുത്തോണ്ട് വരുമെന്ന് ബിഗ് ബോസിന് നല്ലതുപോലെ അറിയാം. അപ്പോൾ ഇനി പെണ്ണുങ്ങളിലോട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പെണ്ണുങ്ങൾ ആരും പോയില്ലല്ലോ എന്നുള്ള ലെവലിൽ അവർക്ക് ഗേൾസ് ഉള്ളി പണപ്പെട്ടി വെച്ച് കൊടുത്തു. അപ്പം മണി ബോക്സ് 3 ആണ്. 2 ലക്ഷം രൂപയാണുള്ളത്. ഇന്നലെ നമ്മുടെ റയാൻ എടുത്ത സെയിം പ്രൊസീജിയറാണ്. 2 ലക്ഷം രൂപ, 25 സെക്കൻഡ് സമയം, 45 മീറ്റർ. അപ്പം തന്നെ പവിത്രയും ജാക്കലിനും 2 പേരോടെ പോയി ഞാൻ പോവാന്ന് പറഞ്ഞ് നിൽക്കുന്നു. അവസാനം ഒരു വിധത്തിൽ പവിത്രയ്ക്ക് വിട്ടുകൊടുത്ത് ജാക്കലിൻ പറഞ്ഞാൽ നീ പോയി എടുക്കുക, പക്ഷേ നീ ഒരുപാട് പേരെ റെപ്രസെന്റ് ചെയ്താണ് പോകുന്നത്, എനിക്ക് വേണ്ടിയാണ് പോകുന്നത്, അതൊക്കെ ആലോചിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പവിത്ര 23 സെക്കൻഡിൽ തലനാഴിഴയ്ക്ക് വീട്ടിൽ കയറുന്നുണ്ട്. 23 സെക്കൻഡിൽ തിരിച്ചെത്തി വീട്ടിൽ കയറുന്നുണ്ട്. പക്ഷേ പവിത്ര പോകുന്നതിന് മുന്നേ റയാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ 2 ലക്ഷം നീ എടുക്കാൻ പോകുമ്പോൾ ഒരു മാപ്പ് വരച്ച് കാണിച്ചു കൊടുക്കും TV-യിൽ, ഇവിടെയാണ് ഈ സാധനം ഇരിക്കുന്നതെന്ന്. റയാൻ പറയും ഇത് ഇവിടെ അല്ല ഇരിക്കുന്ന, കുറച്ചുകൂടെ അപ്പുറത്താണ്, ഇതിനകത്ത് കാണിക്കുന്ന ഫേക്ക് ആണെന്ന് അപ്പം തന്നെ റയാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പവിത്ര പോയി സൂപ്പറായിട്ട് എടുത്തുകൊണ്ട് വരുന്നു. പവിത്ര ദിസ് ഈസ് ഫോർ യു ജാക്ക്, ഈ കാശ് നിനക്കുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പവിത്രയാണ് ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ ആദ്യത്തെ പുറത്ത് പോയി പൈസ എടുത്തുകൊണ്ട് തിരിച്ചു വന്നിട്ടുള്ള ആദ്യത്തെ ലേഡി. കൺഗ്രാറ്റ്സ് പവിത്ര. പവിത്രയുടെ ആ ഒരു സാധനം അടിപൊളിയായിട്ടാ. ഈ ഒരു സാധനമൊക്കെ പവിത്ര ഏറ്റവും ഭയങ്കരമായിട്ട് പവിത്ര ആരാണെന്ന് പ്രൂവ് ചെയ്ത സാധനമാണ്. കാരണം ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടാണ് പവിത്ര എടുത്തുകൊണ്ട് വന്നത്. ദെൻ അതിനുശേഷം നമ്മുടെ ജാക്കലിൻ സത്യ എടുത്തും ജെഫ്രി എടുത്തൊക്കെ കരയാണ്, എനിക്ക് പ്രൂവ് ചെയ്യണം ഞാൻ ആരാണെന്ന്, പക്ഷേ എനിക്ക് വഴക്കുണ്ടാക്കി പോകാൻ വയ്യ ആരോ കൂടെ എന്ന് പറയുന്നു. അതിനുശേഷം പവിത്ര ജാക്കലിൻ എടുത്ത് നന്ദി പറയുന്നു. നീ പറഞ്ഞ വേർഡ് ഒത്തിരി പേരെ റെപ്രസെന്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് എൻ്റെ മൈൻഡിൽ ഇരുന്നത്. ഈ 2 ലക്ഷം രൂപ നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ജാക്കലിൻ്റെ കൈ കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ബിഗ് ബോസ് പറയുന്നത് അടുത്ത റൗണ്ട് ആർക്ക് വേണമെങ്കിലും പോവാം, എല്ലാവർക്കും പറ്റും. അപ്പോഴത്തേക്കും പിന്നെ എന്നിട്ട് ബിഗ് ബോസ് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, എന്തിന്, അടുത്ത ആളുകളെ കൊടുക്കാൻ. ഇനി സൗന്ദര്യം ജാക്കലിനല്ലേ എടുക്കാതുള്ളൂ. അപ്പോൾ ഇവരെ കൊടുക്കാൻ വേണ്ടി ബിഗ് ബോസ് പറയാണ്, പവിത്രയ്ക്കും റയാനും മുത്തുവിനും ഒക്കെ പറ്റുമെങ്കിൽ ആർക്കൊക്കെ പറ്റും, വിശാലിനും സൗന്ദര്യയ്ക്കും, വിശാലും എടുത്തില്ലായിരുന്നു, വിശാലിനും സൗന്ദര്യയ്ക്കും ജാക്കലിനും പറ്റും എന്നിങ്ങനെ പറയുകയാണ്. അതായത് നിങ്ങളും കൂടെ ട്രൈ ചെയ്യണം. എന്നിട്ട് ബിഗ് ബോസ് ബൂസ്റ്റിങ്ങിന് വേണ്ടി പറയുകയാണ്, എന്താ ബിഗ് ബോസ് പറയുന്നു നിങ്ങളിത് എന്ത് ചെയ്യണം, ഇവിടെയുള്ള ടീമെല്ലാം പലതവണ ചെക്ക് ചെയ്ത് നോക്കിയ സാധനങ്ങളാണ് ഇത് എന്ന് പറയാണ്. ഒരിക്കലും ഒരു ടീമിന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അവരൊരു സാധനം ബിഗ് ബോസിലുള്ള എല്ലാ ടാസ്കും അവർ ചെക്ക് ചെയ്താണ് കൊടുക്കുന്നത്. ചെക്ക് ചെയ്തൊക്കെ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ സാധനങ്ങളൊക്കെ പറയുന്ന അത്ര വിശ്വസിക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നും അല്ല. ഇങ്ങനെ ചെക്ക് ചെയ്ത് ഈ പണപ്പെട്ടി ഇത്രയും വെക്കുന്നു, ഇവിടെ നിന്ന് പോയി ടീമിൽ നിന്ന് ഒന്ന് ചിന്തിച്ച് നോക്ക്. 1 മണിക്കൂർ ഇടവിട്ടാണ് ഈ സാധനങ്ങളൊക്കെ വരുന്നത്. പിന്നെ പണപ്പെട്ടി സെറ്റ് ചെയ്യണം, വഴി സെറ്റ് ചെയ്യണം, അത് സെറ്റ് ചെയ്യണം, ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ല. അതൊക്കെ അവർ പറയുന്നതാണ്. അത് വേറൊരു കാര്യമാണ്. ഓക്കെ, അവിടെ നിന്നാണ് നീ ബിഗ് ബോസിനെ മൊത്തം എതിർക്കാണ് നിങ്ങൾക്ക് തോന്നും, ജാക്കലിനെ വിറ്റേണ്ട അല്ല. ഇന്ന് അതിൻ്റെ കള്ളക്കളി ഞാനിങ്ങനെ വലിച്ച് കീറി വിട്ടു, അത്രേ ഉള്ളൂ, ഞാൻ കണ്ടത് പറഞ്ഞു. ദെൻ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഇനി ബാക്കി 45,50,000 മാത്രമാണ് ഉള്ളത്. പവിത്ര പോയി 2 ലക്ഷം എടുത്തുകൊണ്ട് വന്നല്ലോ. അടുത്ത് പണപ്പെട്ടി 4 വരുന്നു. 3 ബോക്സ് ഉണ്ടാവും. 3 ബോക്സ് ഗോൾഡ്, സിൽവർ, പിന്നെ ഒന്ന് വുഡൻ. ഒരെണ്ണത്തിൽ മാത്രമേ കാശ് ഉണ്ടാവുള്ളൂ, ബാക്കി 2 എണ്ണത്തിലും കാശ് കാണത്തില്ല. 5 ലക്ഷം രൂപയാണ് കാശ്. 30 സെക്കൻഡ് സമയമാണ്. 60 മീറ്റർ ആണ്. 60 മീറ്ററിന് 30 സെക്കൻഡ് സമയം. 3 പെട്ടിയിൽ 2 എണ്ണം ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് 3-മത്തെ ഇങ്ങനെ ചരിച്ച് തുറന്നാലും മതി, അത് എടുത്തുകൊണ്ട് വരണം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും കളിച്ചു. എന്തിനു വേണ്ടി, പണപ്പെട്ടി തുറന്ന് നോക്കണം. അപ്പൊ തുറന്ന് നോക്കുമ്പോൾ വീണ്ടും സമയം കുറയും, അപ്പൊ ഔട്ടാക്കാം. ഏത് ഭയങ്കര ബുദ്ധിയാണ് കേട്ടാ. അങ്ങനെ ബിഗ് ബോസ് എങ്ങനെയാലും ഒരാളെ വെളിയിലാക്കണം. അപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, സൗന്ദര്യ ഞാൻ പോവാന്ന് പറഞ്ഞു എല്ലാവരും എടുക്കാൻ തീരുമാനിക്കുന്നു. അവസാനം സൗന്ദര്യ പോകുന്നു. സൗന്ദര്യ പക്ഷേ എന്ത് ചെയ്യുന്നു, സൗന്ദര്യ ബുദ്ധിയുള്ളവളാണെന്ന് ഞാൻ പറയത്തുള്ളൂ. എനിക്ക് സൗന്ദര്യം ഇഷ്ടമായിട്ടൊന്നുമല്ല, ബുദ്ധിയുള്ളവളാണെന്ന് പറയത്തുള്ളൂ. കാരണം സൗന്ദര്യ എത്ര 60 മീറ്റർ അല്ലേ, 45 മീറ്റർ എന്തോ 50 മീറ്റർ എന്തോ പോകുമ്പോഴത്തേക്കും ഈ മാപ്പ് ആദ്യം കാണിച്ചോളൂ. സൗന്ദര്യം നോക്കുമ്പോൾ അല്ല, മാപ്പിലെ പോലെ അല്ല, കുറച്ച് ദൂരെയാണ് സാധനം ഇരിക്കുന്നത്. സൗന്ദര്യക്ക് മനസ്സിലായി ഇത് ഞാൻ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഔട്ടാവും. കാരണം ഇത് നടക്കാത്ത സാധനമാണ്, ഇമ്പോസിബിൾ സാധനമാണ്. സൗന്ദര്യം എന്ത് ചെയ്യുന്നു, ആ സ്റ്റോപ്പിൽ അവിടെ വിട്ടിട്ട് തിരിച്ചു കയറുന്നു. 21-ാമത്തെ സെക്കൻഡ് സൗന്ദര്യം തിരിച്ചു കയറുന്നു. പക്ഷെ നമ്മൾ ആ ലൈവ് കണ്ടത് വെച്ച് നമുക്ക് മനസ്സിലാവും സൗന്ദര്യം ഇത് എടുക്കാൻ പോയി കഴിഞ്ഞാലും ഒന്നുകിൽ സൗന്ദര്യം കറക്റ്റ് 30 സെക്കൻഡിലെത്തും, ഇല്ലെങ്കിൽ 31-ലോ 32-ലൊക്കെ എത്തത്തുള്ളൂ. കാരണം അത്ര ദൂരത്തിലാണ് ആ സാധനം ഇരിക്കുന്നത്. ദൂരത്തിലാണ് സൗന്ദര്യം എടുക്കാതെ വന്നത് ബുദ്ധി. സൗന്ദര്യം പറയണം ഞാൻ ഇങ്ങനെ പോയി എന്നിട്ട് അവിടെ നിന്ന് റൈറ്റ് എടുത്തപ്പോഴത്തേക്കും അവിടെയൊന്നും അല്ല ഇരിക്കും, നല്ല ദൂരത്തിലാണിക്കുന്നത്, ഞാൻ എടുത്തില്ല. എല്ലാവരും ഭയങ്കരമായിട്ട് നല്ല ഇടാ, നീ നല്ല എന്ന് പറഞ്ഞ് പറയാണ് പോയി വരാൻ പറ്റത്തില്ല, അതാണ് നീ എടുത്ത നല്ല ഡിസിഷൻ ആണെന്ന് പറഞ്ഞ് സൗന്ദര്യയെ പറഞ്ഞ് ശരിയാകും. ഇനി എന്തായാലും സൗന്ദര്യം എടുത്തൊരു കളിയും നടക്കൂല എന്നുള്ളത് ബിഗ് ബോസിന് മനസ്സിലാവുന്നു. കാരണം സൗന്ദര്യം പോയി നേരിട്ട് കണ്ടു എന്താ നടന്നതെന്നുള്ളത്. പിന്നീട് നമ്മുടെ സീസൺ 3 ബിഗ് ബോസിലെ വനിതാ വിജയകുമാർ, കഴിഞ്ഞ സീസണിലെ ജോവിക വിജയകുമാർ,
ബിഗ് ബോസ് 6 റോബർട്ട് ഇവരൊക്കെ വരുന്ന ഒരു മൂവി പ്രൊമോഷൻ, അതെല്ലാം കഴിഞ്ഞ് പോകുന്നു. ജാക്കലിൻ തർഷികടുത്തും റയാനടുത്തൊക്കെ പറയുന്നത് നാളെ ഞാൻ ഇനി ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടെങ്കിൽ എവിക്റ്റായി പോവുകയാണെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാതെ ഞാൻ ട്രൈ ചെയ്യാതെ എവിക്റ്റായി പോകത്തില്ലേടാ എന്നിങ്ങനെ പറയുകയാണ്. ദെൻ റാണവും മഞ്ജരി തിരിച്ചു വരുന്നു. ജാക്ക് മഞ്ജരിയെ കണ്ടോ ഭയങ്കര സന്തോഷം, കെട്ടിപ്പിടിക്കുന്നു. ദീപക് വരുന്നു, ഭയങ്കരമായിട്ട് കൂകലും വിളിയും ബഹളമൊക്കെയാണ് എല്ലാവരും. മഞ്ജരിയും ജാക്കലിനോട് എന്ത് ചെയ്യുന്നു, മഞ്ജരി പറയുകയാണ് നിനക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നീ പോയി എടുക്കുക, റിസ്ക് ആണെന്ന് പറയുന്നു. വിജയ് സേതുപതിയുടെ ബർത്ത്ഡേ ആണ്, കേക്കൊക്കെ വരുന്നു, വിഷൊക്കെ ചെയ്യുന്നു, ഭയങ്കര സന്തോഷം എല്ലാവർക്കും. ദെൻ ബിഗ് ബോസ് പറയുന്നു 5ാമത്തെ പണപ്പെട്ടി 5 ലക്ഷമാണ്, 30 സെക്കൻഡാണ് സമയം, 60 മീറ്ററാണ്. ഏത് സെയിം നമ്മുടെ ഈ പറയുന്ന സൗന്ദര്യക്ക് കൊടുത്തത്. 3 പെട്ടി മൂടി അവിടെ അടച്ചു വെച്ചിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തുറന്നു നോക്കാനൊന്നും പറയുന്നില്ല, എങ്കിൽ നടക്കൂല എന്നുള്ള കാര്യം ബിഗ് ബോസ് അറിയാം, ആരും എടുക്കാൻ പോകില്ല എന്നറിയാം, അതുകൊണ്ട് തുറന്നു നോക്കാൻ പറയുന്നില്ല. അങ്ങനെ മുത്തു എന്ത് ചെയ്യുന്നു, അപ്പം മുത്തു, റയാൻ, വിശാൽ ഇവർ 3 പേര് എടുക്കാൻ സമ്മതിക്കുന്നു. അവസാനം റയാൻ പറയാണ് വിശാലെ നീ പോവുകയാണെന്നുണ്ടെങ്കിൽ 3 പെട്ടിയാണ്, ഏതോ ഒന്നിലെ 5 ലക്ഷം ഉള്ളൂ, 5 ലക്ഷം കൊണ്ടേ നീ തിരിച്ചു വരാവൂ. ഓക്കെ, അപ്പം മുത്തു പറയണം ഞാൻ സെക്കൻഡ് റൗണ്ട് റയാന് വിട്ടുകൊടുത്തത് എന്തിനാണ്, അവൻ ആ ഒരു മൊമെന്റ് ക്രിക്കറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം എനിക്കതൊക്കെ ഭയങ്കര ഒരു ഗെയിമായിട്ട് തോന്നി കേട്ടോ. അപ്പം നീ പോയി കഴിഞ്ഞാൽ അതങ്ങനെ എടുത്തിട്ട് അത് പറഞ്ഞ നല്ലതാണ്. വിശാൽ ഇപ്പം നീ റിസ്ക് എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നീ ആ പണം ഏതിലാണോ ഏതെങ്കിലും ഒരു പെട്ടി എടുത്തുകൊണ്ട് വന്നാൽ പോലെ 5 ലക്ഷം നീ എടുത്തുകൊണ്ട് വന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ വിശാൽ ടാസ്ക് ചെയ്യുന്നു. വിശാൽ എന്ത് ചെയ്യുന്നു, പോയിട്ട് ആദ്യം സൈഡിലുള്ള പെട്ടി എടുക്കുന്നു. സൈഡിലുള്ള പെട്ടി ഇങ്ങനെ എടുത്ത് തറയിലിടുന്നു, അതിനകത്തൊന്നുമില്ല. അപ്പോഴാണ് നടുക്കത്തത്. ആദ്യം പോയിട്ട് എടുത്തു വരണം, തറയിലും കെട്ടിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് ചരിച്ചു നോക്കുമ്പോൾ അടുത്തേക്ക് ഇങ്ങനെ ഇരിക്കുന്നു. പണം ഇങ്ങനെ നമുക്ക് കാണാമല്ലോ, ഇങ്ങനെ ചെറുതായിട്ട് പണം ഉള്ളത്. അപ്പോൾ വിശാൽ അതും പൊക്കിക്കൊണ്ട് വരുന്നു. വിശാൽ പക്ഷേ 25 സെക്കൻഡിൽ തിരിച്ച് കയറുന്നു. വിശാലിന് അത്രയും ഫാസ്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കും വിശാലിന് 25 സെക്കൻഡ് വിശാൽ തിരിച്ച് കയറുന്നുണ്ട്. 5 ലക്ഷം രൂപ വിശാലിന് കിട്ടുന്നു. അപ്പോൾ പ്രൈസ് മണി എത്രയായി? നേരത്തെ പവിത്ര മൊത്തം 47,50,000 ആയിരുന്നു. പവിത്ര ഇന്ന് 2 ലക്ഷം എടുത്തപ്പോൾ 45,50,000 ആയി. വിശാൽ 5 ലക്ഷം എടുത്തു, 40,50,000 ഇപ്പോഴത്തെ പ്രൈസ് മണി. അങ്ങനെ ദെൻ അതിനുശേഷം സൗന്ദര്യ ഇവൻ പോയിട്ട് വരാൻ നേരത്ത് വിശാൽ 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 എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ സൗന്ദര്യ പറഞ്ഞു എൻ്റെ വിന്നിങ് എമൗണ്ട് കുറഞ്ഞു വരുന്നുടാ എന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ അവസാനത്തെ പണപ്പെട്ടി 8 ലക്ഷം, 80 മീറ്റർ 35 സെക്കൻഡ്. ഇമ്പോസിബിൾ ആണ്, നടക്കത്തില്ല. അത് ഒരു കാരണവശാലും നടക്കത്തില്ല. കാരണം ഇവർ ഇന്നലെ കൊടുത്തുകൊണ്ടിരുന്നത് വെച്ചാൽ 10 മീറ്ററിന് 5 സെക്കൻഡാണ് ഇവർ കൊടുത്തുകൊണ്ടിരുന്നത്. 10 മീറ്ററിന് 5 സെക്കൻഡ്. അപ്പോൾ 80 മീറ്ററിന് എത്ര സെക്കൻഡ് വരും കൊടുക്കേണ്ടത്? 80 മീറ്ററിന് കൊടുക്കേണ്ടത് 55 സെക്കൻഡാണ് ഇവർ. പക്ഷെ അത്രയും അതൊക്കെ ഭയങ്കര കൂടുതലാണ്. പക്ഷെ നമ്മൾ അതൊന്നും പറയുന്നില്ല. 10 മീറ്ററിന് 5 സെക്കൻഡ് വെച്ചാണ് ഇന്നലെ 30 മീറ്റർ വന്നപ്പോൾ അവർ 15 സെക്കൻഡ് കൊടുത്തു. അപ്പോൾ 60 മീറ്റർ വരുമ്പം 30 സെക്കൻഡ് ഇവർ കൊടുക്കുന്നു തന്നല്ലോ. അടുത്ത 90 സെക്കൻഡ് വരുമ്പോഴാണ് അവർ എത്ര സെക്കൻഡ് കൊടുക്കേണ്ടത്? ഒരു 50 സെക്കൻഡ് അടുപ്പിച്ച് കൊടുക്കേണ്ടത്. 50 സെക്കൻഡ് അല്ലെങ്കിൽ 50 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 45 സെക്കൻഡ് കൊടുക്കേണ്ടത് അപ്പോഴാണ്. പക്ഷേ ഇവിടെ ഇവർ 35 സെക്കൻഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ 80 മീറ്ററിന്. അത് ഭയങ്കര ഇമ്പോസിബിൾ ആണ്. പക്ഷെ ജാക്കലിൻ മാക്സിമം നോക്കുന്നുണ്ട്. ജാക്കലിൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഈ വിശാലിൻ്റെ ഈ ടാസ്ക് കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ബിഗ് ബോസ് ഓരോരുത്തരെയും വിളിച്ചിട്ട് എന്ത് ചോദിക്കുന്നത്, പണപ്പെട്ടി എടുക്കാനുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്. അപ്പോൾ ജാക്കലിൻ പറഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാൻ എടുക്കാൻ പോയില്ല, എനിക്ക് ഭയങ്കര പുച്ഛം തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാൽ എടുക്കാം എന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുമ്പോഴാണ് ഈ ഇമ്പോസിബിൾ സാധനം എടുത്തിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ജാക്കലിൻ പോകാൻ റെഡി ആവുന്നു. പോകാൻ ഇറങ്ങുമ്പോൾ തന്നെ ബിഗ് ബോസ് ചോദിക്കുന്നത് എന്താ ജാക്കലിൻ കരയുന്നത്, അത് ഈ വീട് എനിക്കിനി കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, പേടിയാണ്. ജാക്കലിൻ പക്ഷേ പോയിട്ട് കറക്റ്റ് 35 സെക്കൻഡാണ് സമയമുള്ളത്. 37 സെക്കൻഡിലാണ് വീട്ടിലെത്തുന്നത്. അതൊക്കെ കാര്യം തന്നെയാണ്. പക്ഷെ 37 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 36 എത്തുന്നുണ്ട്. ഞാൻ പറയണേക്ക് 35 തീർന്നു. ഈ 0-0 അടിക്കുന്നുണ്ടല്ലോ, ഈ 0-0 വീട്ടിനകത്ത് ചവിട്ടുന്നുണ്ട്. വീട്ടിൽ കയറുന്നില്ല, വീട്ടിൻ്റെ ബ്ലാക്കിൽ ചവിട്ടുന്നുണ്ട്. ആ 0-0 നിന്നും -1 വരാനുള്ള 1 സെക്കൻഡ് ഉണ്ടല്ലോ, ആ സെക്കൻഡ് വീട്ടിൽ കയറുന്നുണ്ട്. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നു, ബിഗ് ബോസ് അതിനെ കളിച്ച് അത് മൈനസ് ആക്കുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായി. ഇവർക്ക് വേണമെങ്കിൽ ജാക്കലിൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ തെറ്റുണ്ട് എന്ന് ഞാൻ പറയില്ല. ശരി ഉണ്ടെന്ന് ഞാൻ പറയില്ല, തെറ്റ് ഉണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം അതിൻ്റെ നടുക്കാണ്, അതിൻ്റെ ജസ്റ്റ് ഒരു മൈന്യൂട്ടിൽ. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ സുഖമായിട്ട് സേവ് ചെയ്യാമായിരുന്നു ജാക്കലിനെ. കാരണം ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ്, ഇവർക്ക് ടോപ്പ് 5 കയറ്റാം അല്ലേ, ഇവർക്ക് സേവ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവരത് സേവ് ചെയ്തില്ല. കാരണം ഇത് ലാസ്റ്റ് പണപ്പെട്ടിയാണ്. ഇതിലൊരാളെ ഔട്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെ വീണ്ടും മിഡ് വീക്ക് വെക്കണം, അതിന് ചിലവാണ്, പുതിയ ടാസ്ക്കാണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും പൈസയൊക്കെ വെച്ച് ടാസ്ക് ചെയ്താകുമ്പോൾ പൈസയും പോകത്തില്ല, എന്താ ജാക്കലിനെയും പുറത്താക്കാം, നല്ലതുപോലെ നടക്കുകയും ചെയ്യും. കാരണം തലനാഴയ്ക്ക് ജാക്കലിൻ കെയർ ചെയ്ത് വെച്ച് ഇവർ പൂട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഈ സമയം നടക്കുമ്പോൾ ഇത് ടൈമർ ഒന്നും കാണിക്കുന്നുമില്ല. അപ്പം എപ്പിസോഡിൽ ടൈമർ ഇല്ല. എല്ലാവരും ജാക്കലിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കറക്റ്റ് സമയത്താടാ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ഉള്ള പെട്ടിയാണ്, ഒരു യമണ്ട മുതുക്ക് പെട്ടിയാണ്. ബിഗ് ബോസ് പറയുന്ന ഒരു ടൈറ്റ് ഫിനിഷ് ആയിരുന്നു, ടീം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
എന്ന് പറയുന്നു. അപ്പോൾ സുനിത പറയാണ് 0-0 വെച്ച് അവൾ കയറി, 0-0 വെച്ച് അവൾ കയറി. പക്ഷെ ആ നടുക്ക് ഭാഗത്താണ് അവൾ എത്തിയത്. ഒരു കറക്റ്റ് 1 സെക്കൻഡോടെ വൈകിയിരുന്നെങ്കിൽ അവൾ ഔട്ടായനെ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ കറക്റ്റ് സമയത്ത് ജാക്ലിൻ എത്തുന്നുണ്ട്. അതിനകത്ത് എപ്പിസോഡിൽ കാണിക്കുന്നില്ല. നിങ്ങൾ പോയി എപ്പിസോഡ് ചെക്ക് ചെയ്തൊക്കെ എപ്പിസോഡിൽ ഇല്ല സാധനം. റീപ്ലേ എന്നും പറഞ്ഞവർ കാണിക്കുന്ന എഡിറ്റർ വെർഷനിലേ അതുള്ളൂ. അപ്പോൾ ജാക്ലിൻ വന്ന് എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. ബിഗ് ബോസ് കുറച്ച് കഴിഞ്ഞ് 3/4 മണിക്കൂർ കഴിഞ്ഞ് എല്ലാവരും ലിവിംഗ് റൂമിൽ വിളിക്കുന്നു. ടൈറ്റ് ഫിനിഷ് ആയിരുന്നു. നമ്മൾ പലതവണ ചെക്ക് ചെയ്തു. 35 സെക്കൻഡാണ് ഇവിടെ എത്താനുള്ളത്. 37 സെക്കൻഡിലാണ് ജാക്ലിൻ എത്തിയിരിക്കുന്നതെന്ന് പറയുന്നു. അല്ല, സാധനം അങ്ങനെയല്ല നടന്നിരിക്കുന്നത്. 35 സെക്കൻഡിലാണ് എത്താനുള്ളത്. ഫൈൻ, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ ജാക്ലിൻ കറക്റ്റ് 35-ൽ എത്തിയിട്ടുണ്ട്. 35-ൽ ചവിട്ടി കയറിയിട്ടുണ്ട് വീട്ടിനകത്ത്. അവർ അത്ര ഒരു ഇത് കൊടുക്കാൻ വന്നു. പക്ഷെ അങ്ങനെ ഒന്നും അവർ ചെയ്തില്ല. ഭയങ്കര അൺഫെയർ ആയിപ്പോയി. കാരണം ഇത്രയും പ്രേക്ഷകരുടെ സപ്പോർട്ടുകളുള്ള ഒരാളായിരുന്നു. ഇങ്ങനൊരു ടാസ്ക് വെച്ച് ചെയ്തത് എനിക്ക് ഭയങ്കര ഒരു അൺഫെയർ ആയിട്ട് തോന്നി. അപ്പോഴത്തേക്ക് അതുകൊണ്ട് തന്നെ ജാക്ലിൻ ഈ ബിഗ് ബോസ് വീട്ടിൽ ഇനി തുടരാൻ പറ്റത്തില്ല. എവിക്റ്റഡ് ആണ് ജാക്ലിൻ. എന്നിട്ട് ട്രോഫി എടുത്ത് പുറത്തു വരാൻ പറയുന്നു. ട്രോഫി എടുത്ത് അപ്പോൾ ജാക്ലിൻ എല്ലായിടത്തും വന്ന് എനിക്ക് ഭയമായിരുന്നു, ഇപ്പം ഞാൻ ഓക്കെ ആയി. എല്ലാവരും ഭയങ്കര കരച്ചിൽ എക്സെപ്റ്റ് സത്യ, ജെഫ്രി, റാണവ്, വിശാലും ബാക്കിയുള്ള എല്ലാവരും കരയുന്നുണ്ട്. ആണുങ്ങൾ കുറച്ചൊക്കെ ഒന്ന് പിടിച്ചിരിക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ എല്ലാവരും നേരത്തെ പിടിച്ചിരുന്ന് കരയുവാണ്. അപ്പം ഞാൻ ഫ്രണ്ട്സിനെ വെച്ച് കളിച്ചെന്ന് പലരും പറയും. ഞാൻ ഫ്രണ്ട്സിനെ വെച്ച് കളിച്ചിട്ടില്ല. എനിക്ക് പ്രൂവ് ചെയ്യാൻ കിട്ടിയ അവസരമാണ്. ഞാൻ നന്നായിട്ട് പ്രൂവ് ചെയ്തു. എനിക്കിതിനപ്പുറം ഇനി പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. ഇതേ സമയം സത്യയും ജെഫ്രിയും കൂടി ബാത്റൂമിൽ പോയിരുന്നു. യമണ്ടൻ ചിരിയാണ്. സത്യയും ജെഫ്രിയും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, എല്ലാവരും ദർശ കരയുന്നു, സാചന കരയുന്നു, സുനിത കരയുന്നു, അൻഷിത കരയുന്നു, ആനന്ദി കരയുന്നു, പവിത്ര കരയുന്നു. ഇവരെല്ലാം കരയുന്നത് എന്താ? സൗന്ദര്യ കരയുന്നു. ഇവരെല്ലാം കരയുന്നത് ജാക്ലിൻ ഔട്ടായെന്ന്. പക്ഷേ ഇവർക്ക് പലർക്കും ജാക്ലിനെ ഇഷ്ടമല്ല എന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരി. എന്തോ അഭിനയമാടാ എന്ന് പറഞ്ഞുകൊണ്ട് ജെഫ്രി ആണെങ്കിൽ ക്യാമറയൊക്കെ കാണാതിരിക്കും. ജെഫ്രിക്ക് അറിയാം ക്യാമറയെ കാണാതിരിക്കാൻ വേണ്ടി ജെഫ്രി ഇങ്ങനെ തുണിയൊക്കെ ഇങ്ങനെ വെച്ചെന്നാണ് ചിരിക്കുന്നത്. ഭയങ്കര പൊട്ടിച്ചിരി. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നു, ഇതിൻ്റെ പൊന്നെ, ഒരാൾ നമ്മളെ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും എവിക്ഷൻ നടക്കുമ്പോൾ വിചാരിക്കും, അയ്യോ ഒരാൾ എവിക്റ്റ് ആയതിന് ഇത്രയും കരയണമെന്ന്. ആക്ച്വലി അവിടുത്തെ ഒരു എവിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരണത്തിൻ്റെ ഒരു ഇതാണ്. അതൊന്ന് ആ വീട്ടിൽ പോയി എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. മനസ്സിലായോ? അത് നിങ്ങൾക്ക് ഏതെങ്കിലും ബിഗ് ബോസിലെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം നമ്മൾ അത്രയും നാൾ അവിടെ നിന്നിട്ട് നമുക്ക് തോന്നുന്നു നാളെ കാണാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ 2 ആഴ്ച ഗെയിം കഴിഞ്ഞ് പോകുമ്പോൾ കാണാം. നമ്മുടെ ലോകം അപ്പോൾ അവരാണ്. നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ അച്ഛനും അമ്മയും സുഹൃത്തുക്കളും ഒക്കെ അവരാണ്, അല്ലേ? നമ്മൾ ആ വീട്ടിൽ നിന്ന് ഒരാൾ ഔട്ടായി പോകുമ്പോൾ അത് ശരിക്കും ഒരു മരണപ്രതീതി, അതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അവിടെ മാറിയിരുന്നു. ഭയങ്കര പൊട്ടിച്ചിരി. അവിടെ നിസാര ചിരിയൊന്നുമല്ല. എപ്പിസോഡ് അത് എടുത്ത് അവരുടെ തനിക്കുണം പുറത്ത് കാണിക്കുന്നുണ്ട്. ജെഫ്രിയും സത്യയോടെ കിണി ഭയങ്കരമായ കിണി. അങ്ങനെ എന്ത് ചെയ്യുന്നു അവർ? ഭയങ്കര ചിരി എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് റാണവൻ കൂടി വരുന്നു. റാണവൻ ചിരിക്കുന്നു. പക്ഷെ റാണവനെ വലിയ രീതിക്കില്ല, ചിരിയാണ്. ഒരാൾ അത് ഞാൻ ആലോചിക്കുകയാണ്, റാണവ് ചിരിക്കുന്നു, ഓക്കെ സമ്മതിക്കാം. സത്യയ്ക്ക് പണ്ടേ വിവരം ഇല്ലല്ലോ, വേറൊരു ടൈപ്പാണ്. റാണവ് കണ്ടന്റ് ഉണ്ടാക്കാൻ നടക്കുന്നത്. ഞാൻ ജെഫ്രി ഇത്രയും ചങ്കായിട്ട് ജാക്ലിൻ്റെ കൂടെ നിന്നിട്ട് ജാക്ലിൻ എവിക്റ്റ് ആയപ്പോൾ ജെഫ്രിക്ക് ഒരു ഇതുമില്ല, ഒരു തേങ്ങയില്ല. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോഴത്തേക്കും ജാക്ലിൻ നേരെ പുറത്ത് വരുന്നു. ഞാൻ ഇവിടെ ചുമ്മാ ഇരുന്നില്ല ബിഗ് ബോസ്, ഇത്രയും ദിവസം ഞാൻ ചുമ്മാ ഇരുന്നില്ല. ബിഗ് ബോസ് പറയാണ് ഇതുവരെയും ഇവിടെ വന്നിട്ട് എല്ലാം വളരെ വ്യക്തമായിട്ട് ജാക്ലിൻ ചെയ്തു. 15 ആഴ്ചയും നിങ്ങൾ പ്രേക്ഷകർ സേവ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. മിഡിൽ ബെഞ്ച് എന്ന് നിങ്ങൾ ഇനി പറയരുത്, ഫസ്റ്റ് ബെഞ്ചാണ് ജാക്ലിൻ നിങ്ങളെൻ്റെ. ഐ ആം സൂപ്പർ പ്രൗഡ്. ആൻഡ് ആ ട്രോഫി നിങ്ങൾ ഉടക്കണ്ട, ട്രോഫി നിങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കോ എന്ന് പറയുന്നത്. ഇത് തന്നെയായിരിക്കും നമ്മുടെ ഫിനാലയുടെ ട്രോഫി കേട്ടോ. ഈ സാധനം തന്നെയായിരിക്കും, ഇതിൻ്റെ ഗോൾഡൻ വെർഷൻ ആയിരിക്കും. ട്രോഫി എടുത്തോ എന്ന് പറയുന്നു. അപ്പോൾ മുത്ത് പറയാണ് 15 ആഴ്ചയും ഓഡിയൻസിൻ്റെ സപ്പോർട്ടോട് കൂടി ഇവിടെ നിന്ന ആളാണ്, ജെനുവിനാണ്, ക്ലാപ്പ് ഓട്ടുന്നു. ടൈറ്റിൽ വിന്നറിനെക്കാളും സപ്പോർട്ട് ആയിരിക്കും ജാക്ലിൻ നിനക്ക് കിട്ടാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു. അങ്ങനെ ജാക്ലിൻ പോകുന്നു. എല്ലാവരോടും എല്ലാവരും ഭയങ്കര കരച്ചിലാണ്. അത് ഞാൻ എടുത്ത് പറയത്തെയാണ്. ആനന്ദി ഞാൻ ഓരോരുത്തരുടെയും ഇതെടുത്ത് പറ, ആരൊക്കെ കരഞ്ഞില്ല എന്നുള്ളത് പറയും. ഫാറ്റ്മാൻ ഒരുമാതിരി നിൽക്കുന്നുണ്ട്, അങ്ങ് ആകെ ഒരുമാതിരി കരഞ്ഞില്ല, ഒരുമാതിരി അങ്ങ് നിൽക്കുന്നുണ്ട്. അർണവ് കുലുക്കയില്ല, അറിയാലോ, അർണവിനൊന്നുമില്ല. ദർശ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. സുനിത ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. റിയ കണ്ണെല്ലാം നിറഞ്ഞ് കരയുന്നില്ല, കണ്ണെല്ലാം നിറഞ്ഞിങ്ങനെ ഒലിക്കുന്നുണ്ട്. പിന്നെ വർഷിണി കരയുന്നുണ്ട്. ശിവ ഒരുമാതിരി അങ്ങ് ആയിപ്പോകുന്നു. ആർജി ആനന്ദി ഭയങ്കര കരച്ചിലാണ്. സാജന ഭയങ്കര കരച്ചില്. സത്യചിരി മേളം. തർഷിക കരയുന്നുണ്ട്. രഞ്ജിത്തും ഒരുമാതിരി ഷോക്കായി കണക്ക് നിൽക്കുന്നു. ജെഫ്രി പൊട്ടിച്ചിരി. അൻഷിത കരയുന്നുണ്ട്. റാണവ് പൊട്ടിച്ചിരി. മഞ്ജരി ഭയങ്കര കരച്ചില്. ദീപക് അക്സെപ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പം എന്ത് ചെയ്യുന്നു? മുത്തുവൊക്കെ ഭയങ്കര കരച്ചിലാണ്. മുത്തു കരയുന്നുണ്ട്. സൗന്ദര്യ കരയുന്നുണ്ട്. റയാൻ കരയുന്നുണ്ട്. പവിത്ര കരയുന്നുണ്ട്. ഇവരെല്ലാം ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ ഒരുവിധം എല്ലായിടത്തും ബായിയൊക്കെ പറഞ്ഞ്
പോവാണ്. ഭയങ്കര കരച്ചിൽ, ജാക്ലിൻ ഭയങ്കര കരച്ചിൽ. ജാക്ലിനും കരയുന്നുണ്ട്, ഇങ്ങനെ ഞാൻ ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഭയങ്കര കരച്ചിൽ. അങ്ങനെ പോകുന്നു. പിന്നെ മുത്തു, ബഞ്ചരി, റയാൻ, സൗന്ദര്യ എന്ന് പറഞ്ഞ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് അവൾ. അപ്പോൾ റയാൻ പറയണം, ഞാൻ പറഞ്ഞത് അവളുടെ അടുത്ത് പറ്റൂല, നിന്നെക്കൊണ്ട് പറ്റത്തില്ല, നീ തിരിച്ചു വാ എന്ന് മുൻപേ തന്നെ ഞാൻ പറഞ്ഞിരുന്നതാ. ജെഫ്രി, സത്യ, ചിരി വീണ്ടും അടുക്കളയിൽ. ഇവിടെ ഔട്ടായി കഴിഞ്ഞാൽ 5 മിനിറ്റ് ആയതേ ഉള്ളൂ, അടുക്കളയിൽ ചിരി മേളം. പവിത്ര ഒറ്റയ്ക്കിരുന്ന് കരയുന്നു, മഞ്ചരി പോയി സമാധാനിപ്പിക്കുന്നു. പവിത്ര പറയണം, ഞാൻ പോവാമായിരുന്നു അതിന്. അപ്പം റയാൻ പറയണം, നീ ആണെങ്കിൽ 42 സെക്കൻഡിലേ തിരിച്ചു വരുള്ളൂ, അവൾ ആയതുകൊണ്ടാണ് 37 കയറിയത്. എന്നിട്ട് ഇതേ സമയം അപ്പം മുത്തു വന്നിട്ട് പറയണം, മഞ്ചരി നീ ഇപ്പോൾ ഡ്രസ്സ് മാറ്റ്, നിനക്കും പവിത്രയ്ക്കും എനിക്കും പിന്നെ റയാനും കൂടെ ഒരുമിച്ച് ആഹാരം ഇരുന്ന് കഴിക്കാം, സൗന്ദര്യക്കും കൂടെ ഒക്കെ ഇരുന്ന് എന്ന് പ്രകാരം ഇവരെല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. ഇതേ സമയം അടുക്കളയിൽ മറ്റേ ഇത് ഒരു നമ്മുടെ മലയാള റീലുണ്ടല്ല, ഒന്നാം തുമ്പേലോടിയെത്തി 1000 അതുപോലത്തെ സ്റ്റെപ്പ് ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആരൊക്കെ? ദർശ, വർഷിണി, ജെഫ്രി, സത്യ. ജെഫ്രി സത്യക്ക് ഭ്രാന്ത് അളവി നിൽക്കുകയാണല്ലോ കുറച്ചു നേരമായി. അപ്പം ഞാൻ ആലോചിക്കുന്നു, വർഷിണിയും ദർശയൊക്കെ എത്ര നേരം കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഈ പറഞ്ഞ ഇടയ്ക്ക് മാറിയ. അങ്ങനെ അവരിങ്ങനെ ഡാൻസും കളിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ. അപ്പം ഇങ്ങനെ മുത്തു പറഞ്ഞു, ഒരു മിഡ് വീക്ക് എവിക്ഷൻ നടന്നിട്ട് ഇങ്ങനെയാണോ എന്നുള്ള ഒരു ഇത് ചോദിക്കുന്നുണ്ട്. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. ഭയങ്കര വലിയൊരു അൺഫെയർ ആണ്, ഒരു മികപ്പെരിയ അൺഫെയർ ആണ്. പ്രേക്ഷകർ ഔട്ടാക്കിയതല്ല, പ്രേക്ഷകരെ കൊണ്ട് ഔട്ടാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ജാക്ലിന് ഒരു ടോപ്പ് 3 അല്ലെങ്കിൽ ടോപ്പ് 2 ഉറപ്പായിട്ടും കിട്ടുക. ഏത് വിന്നർ ക്വാളിറ്റി വരെയുള്ള ആൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ വിന്നർ ആവാൻ ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഔട്ടായി. ഇനിയും എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് സാധനങ്ങൾ ഇതിനകത്ത് വരാനുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും ബിഗ് ബോസ് ദയവ് കരുതി കളിക്കുന്ന കണ്ടസ്റ്റൻസിനെ ഇതുപോലത്തെ മണി ബോസ്, എനിക്ക് പറയാൻ ഭാഷകളില്ല, പറഞ്ഞ് ഇങ്ങനത്തെ ടാസ്കുകളൊക്കെ വെച്ച് ഔട്ടാക്കി അവരുടെ ഒരു ബിഗ് ബോസ് പയനത്തെ, ഒരു യാത്രയെ തുലയ്ക്കരുത്. അത് മാത്രമുള്ള ഒരു അപേക്ഷയാണ്. എന്തായാലും തമിഴ് ബിഗ് ബോസിൻ്റെ എല്ലാ ഔട്ട്ലൈനും സ്ക്രിപ്റ്റും ഞാൻ പൊളിച്ചടുക്കിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ജാക്ലിൻ്റെ ഒരു ഫാനും അല്ല, ജാക്ലിന് വോട്ടും ചെയ്തിട്ടില്ല. ഞാൻ വേണമെങ്കിൽ എൻ്റെ വോട്ടിംഗ് വരെ ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഞാൻ ആർക്കും ഒരു വോട്ടും ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല, എനിക്ക് അതിൻ്റെ ആവശ്യവും ഇല്ല. ഞാനൊരു റിവ്യൂ പറയാണ്, ഞാൻ റിവ്യൂ പറഞ്ഞിട്ട് പോകുന്ന ആളാണ്. ഇതേ നോക്ക്, എൻ്റെതാണിത്. ഹോട്ട്സ്റ്റാറാണ്, ഇനി ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാണെന്ന് പറയരുത്. ഹോട്ട്സ്റ്റാറാണ്, ഹോട്ട്സ്റ്റാർ കണ്ടല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. കൊള്ളാം. എന്തായാലും ബിഗ് ബോസിൻ്റെ പണികളൊക്കെ അവിടെ തന്നെ നടക്കട്ടെ. ഭയങ്കര അൺഫെയർ വേറെ ഒന്നും പറയാനില്ല. അപ്പം നാളത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് പറയുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.